ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ക്ലാസ് +2 കേരള സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മെയിൻ പ്രശ്നമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കി വേറൊരാളിലേക്ക് പ്രിസൈസായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അത് റിട്ടൺ ആയിട്ടും സ്പോക്കൺ ആയിട്ടും. ബേസിക്കലി സംസാരിക്കാനും എഴുതാനുമുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ കുറവുണ്ട്. അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ശാസ്ത്രീയമായിട്ട് ഒരു കുട്ടീൻ്റെ അഭിരുചി മനസ്സിലാക്കാനുള്ള സാറ്റ് പരീക്ഷേൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. ഈ കുട്ടിയുടെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കി അത് വേറൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണ് എന്നൊരു കാര്യം. അത് പ്രിസൈസായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് സാറ്റിലെ വെർബൽ റീസണിങ് ആണ്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വേറൊരാളിലേക്ക് എത്തിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു കപ്പാസിറ്റി, അത് വെർബൽ റീസണിങ് ആണ്. അത് ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് കുറവാണ്. അതായത് 6% നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ വെർബൽ റീസണിങ് കുറയുന്നത് മാത്രമല്ല മെയിനായിട്ടുള്ള ഇഷ്യൂ. ഈ അടിസ്ഥാന പ്രശ്നം എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റിൻ്റെ കഴിഞ്ഞ 30 കൊല്ലത്തെ ഡാറ്റ പ്രകാരം ഒരു കുട്ടിയുടെ വെർബൽ റീസണിങ്ങും ആ കുട്ടിയുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും തമ്മിൽ കണക്റ്റഡ് ആണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനവും അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഈ കുട്ടിയുടെ വെർബൽ റീസണിങ് കുറവാണ്, ഒപ്പം ആ കുട്ടിയുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും കുറവാണ്. അപ്പോൾ സാറ്റിൻ്റെ ഡാറ്റ പറയുന്നത് പോലെ ഈ കുട്ടിക്ക് വെർബലും സ്പോക്കണുമായിട്ട് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള ബുദ്ധിമുട്ടിൻ്റെ ബേസിലായി ചെയ്യുന്നത് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് വീക്ക് ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് സാറ്റിൻ്റെ സബ്സെക്ഷനിൽ പോയാൽ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഏത് സെക്ഷനാണ് കുറവായിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാറ്റിൻ്റെ സബ്സെക്ഷനിൽ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സബ്സെക്ഷനാണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 7 സബ്സെക്ഷനുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും മീനിങ്, അതായത് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ഈ കുട്ടി നെഗറ്റീവാണ്. സ്പെല്ലിങ്, അതായത് സ്പെല്ലിങ് നെഗറ്റീവാണ്. ഇഡിയം, ഇത് മനസ്സിലാക്കുന്നതിൽ നെഗറ്റീവാണ്. ഏറ്റവും പ്രശ്നം വന്നിരിക്കുന്നത് കോംപ്രിഹെൻഷൻ എന്നുള്ളൊരു കാര്യത്തിലാണ്. കോംപ്രിഹെൻഷൻ വളരെ പ്രിസൈസ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, അത് നെഗറ്റീവാണ്. ഐഡൻറ്റിഫൈ വൺ വേർഡ് പോസിറ്റീവാണ്. ഗ്രാമർ നെഗറ്റീവാണ്. ഗ്രാമർ ഒരു സ്ട്രക്ചറാണ്, നിങ്ങളെങ്ങനെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളൊരു സാധനം. പിന്നെ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് ഈ 6 നിന്ന് വേറിട്ട ഒരു സ്കില്ലാണ്, അത് പോസിറ്റീവാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടി വന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ വെർബൽ റീസണിങ് കുറവാണ് എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ സാറ്റിൻ്റെ കോംപ്രിഹെൻസീവ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ കുട്ടിയുടെ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും കുറവാണ്. അപ്പോൾ തിയറി പറയുന്നത് പ്രകാരം ലാംഗ്വേജ് കുറയുമ്പോൾ വെർബൽ റീസണിങ് കുറയുന്നുണ്ട്. പക്ഷേ ലാംഗ്വേജിൽ തന്നെ എന്താണ് പ്രശ്നം, അതായത് ഒരു 7 സബ്സെക്ഷനിൽ 5 സബ്സെക്ഷനുകളോളം നെഗറ്റീവാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കിത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കൊല്ലങ്ങൾ മുമ്പിൽ കണ്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.